രണ്ടാക്കുമാണ് സൈക്കിള് കൊണ്ടുവന്നിരിക്കണേ. സൈക്കിള് പോയോക്കെ നമുക്ക്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രാധേച്ചിന്റെ മോൻക്ക് സൈക്കിള് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്, സൈക്കിളും കൊണ്ട് പോകണം, അതുവരെ പോകണം. അത് മീനങ്ങാടി അപ്പുറം ഒരു കാട്ടിന്റെ ഉള്ളിലാണ്, അപ്പൊ അങ്ങോട്ടേക്ക് പോകണം. നമ്മളെ കൂടെ മാനുക്കുണ്ട്. ഇവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് വേണം സൈക്കിൾ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് സൈക്കിൾ എടുത്തിട്ട് കാണാം. ഈ സൈക്കിൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മള് ആ കുട്ടിക്ക് സൈക്കിള് വാങ്ങിയത്. അന്ന് ഞങ്ങളൊരു പന്നീൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാധേച്ചിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഓരോ 2 മക്കളുണ്ടായിരുന്നു, 2 ആൺകുട്ടികൾ. അപ്പോൾ ഓര് പറഞ്ഞു ഇങ്ങനെ കുറേ ആളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈക്കിളിന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മാനുക്ക വീഡിയോ എടുത്തിട്ട് മാനുക്ക ഇൻസ്റ്റഗ്രാമിലിട്ട് അങ്ങനെ ഒരു സ്പോൺസർ വഴിയാണ് ആ മക്കൾക്ക് ഈ സൈക്കിള് കിട്ടിയത്. അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. വൈത്തിരി ഉള്ളൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ സൈക്കിൾ എടുത്തത്. അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ജിതു ഉണ്ട്, ജിതു നമുക്ക് സൈക്കിളൊക്കെ നോക്കിയിട്ട് കാണാട്ടോ. ഇതാണ് നമ്മൾ എടുത്ത സൈക്കിള് തന്നെ. നമ്മൾ സൈക്കിളും കൊണ്ട് അവരെ വീടിൻ്റെ അടുത്ത് എത്തിക്കണം കേട്ടോ. ഇവർക്ക് രണ്ടാക്കുമാണ് സൈക്കിള് കൊണ്ടുവന്നിരിക്കണേ. സൈക്കിള് പോയോക്കെ നമുക്ക്. അവിടെ ഇങ്ങോട്ട് ചവിട്ടി മാറ്റാം. കേറി ഇരിക്കി ഫസ്റ്റ്. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടില്ല, വെളിച്ചം കുറഞ്ഞു. ജിതു മാറിക്ക്, ജിതു ഒരു ഓടിച്ചോളൂ. സൈക്കിൾ ഓടിക്കാൻ അറിയില്ല നിനക്ക്? ഒരു പന്നി കാരണം കക്കൂസായി, ഒരു പന്നി കാരണം എന്തൊക്കെയായി, എന്തൊരു കഷ്ടല്ലേ. എല്ലാം കിട്ടി, സന്തോഷായില്ലേ? മക്കള് ഫസ്റ്റ് കണ്ടപ്പോ ഭയങ്കര സന്തോഷായിരുന്നു. ചേച്ചി പണി കഴിഞ്ഞ് വരികയാണോ? റിസോർട്ടിലായിരുന്നു പറഞ്ഞു മക്കള്. ഞങ്ങള് കുറച്ച് സമയം വന്നിട്ടുണ്ട്, കാണാൻ വേണ്ടി നിൽക്കും. നമ്മൾ ആരിസ്ഥാലി വന്നിട്ട് ഇവർക്ക് സോളാറൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കുറവുണ്ട് കുറച്ച്. 2 ദിവസമായിട്ട് മഴ മൂടലായിട്ട് വെയിലില്ലാത്തതുകൊണ്ട് വെളിച്ചം കുറവുണ്ട്. ഇപ്പോൾ സോളാറായി, രാധേച്ചിക്ക് ബാത്റൂമായി. അവിടെ പോ. ഇതാണ് നമ്മൾ ആരിസ്ഥാലി എടുത്തു കൊടുത്ത ബാത്റൂം. ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ദൂരെടുത്ത് കൊടുത്തതാണ്. അതേപോലെ സോളാർ വെച്ച് കൊടുത്തത്, സോളാർ പാനൽ അതാ അതിൻ്റെ മേലെ. താങ്ക് യു. മോൻ അങ്കലവാടി പോണ്ടോ? നഴ്സറി പോണ്ടല്ലേ? നമ്മള് കടയിൽ വന്നിട്ട് എന്താ വേണ്ടി വാങ്ങിക്കട്ടെ നമുക്ക്. എന്താ വേണ്ടത്? പിന്നെ നിനക്ക് വേണ്ടത്? ഡു ലൈക്ക് ഇറ്റ്? വേണ്ടല്ലേ? എന്താ നിനക്ക് ഇഷ്ടല്ല? അതെ അതെ, ആ ഓക്കെ. എന്നാ അതുവരെ കഴിച്ചോട്ടല്ലേ. മോളെ പേരെന്താ? വിഘ്നേശ്വര. മൈ ഡോഗ് അല്ല മൈ ഗോഡ്. പിന്നെ എന്താണ് വിഘ്നേശ്വര എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പേരാണ്. പറയാൻ പറ്റില്ല, പഠിച്ച് ഒരു ഡോക്ടറൊക്കെ ആവുകയാണെങ്കിലോ അല്ലേ, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിന്ന്. മോളുടെ പേരെന്താ? അഭിഷേക്. ഇവിടെ അഭിനവ് ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിക്കണേ? 5-ലോ? 5-ാം ക്ലാസ്സിലൊക്കെ എത്തിയോ? ഈ സ്കൂളിന്റെ പഠന കാര്യങ്ങള് അല്ലെങ്കിൽ ബുക്ക് ബാഗ് കാര്യങ്ങളൊക്കെ കിട്ടുമോ? അതല്ല അത് പിന്നെ എങ്ങനെ കിട്ടുന്നതാ?
അവര് ഇല്ലാത്ത പിള്ളേർക്ക് സ്കൂളിന്റെ ആണ് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ സ്കൂളിന്റെ വകയായിട്ട് തരാണോ അതോ പിന്നെ ഗവൺമെന്റ് സർക്കാർ തരാ ഇതില് എന്താണെന്നറിയില്ല. അവര് പിന്നെ ബുക്കില്ലാന്ന് പറയും പിള്ളേർ വന്നിട്ട്. പിന്നെ ഞങ്ങൾ കയ്യിലുള്ള പൈസ എടുത്തിട്ട് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർ തന്നെ ചെയ്തോളും. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ നോക്കണം അല്ലേ? ഏതായാലും ഞാൻ പറഞ്ഞല്ലോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി ചേച്ചി മുത്തുനെ വിളിക്കുകയാണെങ്കിൽ മുത്തുനെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് മുത്തുനെ കണ്ടിട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ ഒരു പന്നി കാരനാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത്. ഈ പന്നി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ചേച്ചിനെ അറിയില്ല, ആരും അറിയില്ല. അറിയില്ല. അതുകൊണ്ട് സമാധാനത്തോടെ ഒരു ബാത്റൂമായി, അതുപോലെ തന്നെ ഇതായി. ഇനി മറ്റുള്ളവർക്കൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ അശ്വതി ചേച്ചിന്റെ കാര്യം അല്ലേ എന്തും പറയാനുണ്ടോ? എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമാണല്ലേ? ഒരു മടി ക്ഷേമുണ്ട്. ഞങ്ങൾ വിളിച്ചു കൊടുന്നാണ് കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, കാരണം ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു പക്ഷേ അശ്വതി ചേച്ചിന്റെ ഭാഗ്യം പോലെ വരും അല്ലേ? ഓക്കെ.